ഹലോ, കുറേ നാളുകൾക്ക് ശേഷം നമ്മളിതാ വീണ്ടും ക്യൂലിംഗ് ആർട്ടുമായിട്ട് വന്നിരിക്കുകയാണ്. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ചാനൽ സ്ഥിരം കാണുന്നവരാണെങ്കിൽ അവർക്ക് അറിയാൻ വേണ്ടി കഴിയും നമ്മൾ ഇതുവരെ ക്യൂലിംഗ് ആർട്ട് ചെയ്തത് ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്തിട്ടാണ്. അതായിരുന്നു എനിക്ക് എളുപ്പവും. അപ്പോൾ ഞാനൊരു വെറൈറ്റി പിടിക്കാമെന്ന് കരുതിയിട്ട് ഒരു സ്മോൾ ലെറ്റർ ബേസിൽ അങ്ങ് ചെയ്യാമെന്ന് കരുതി. അതും നമ്മുടെ കേഴ്സീവ് ലെറ്റേഴ്സിൽ അങ്ങ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനെ ഡബിളായിട്ട് എഴുതിയെടുക്കലാണ് പണിയായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ അതെന്തായാലും നല്ല രീതിയിൽ ചെയ്താൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ ചെയ്താൽ ഭംഗി ഉണ്ടാവുള്ളൂ. നോർമലി നമുക്ക് കേഴ്സീവിൽ എഴുതാം, പക്ഷേ ഇതിൽ നമ്മൾ ചെയ്യുമ്പോൾ ഡബിളായിട്ട് എഴുതിയാലാണ് നമുക്ക് ആ ഒരു പേപ്പർ വെച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ എടുത്തിട്ട് അതിനകത്ത് ടെക്സ്റ്റ് എടുത്തു. ടെക്സ്റ്റിൽ നമുക്ക് എഴുതേണ്ട നെയിം എഴുതിയിട്ട് അതിനകത്ത് നമ്മൾ ഫോണ്ടിൻ്റെ സ്റ്റൈൽ സെലക്ട് ചെയ്യുന്ന ഒരു പോർഷൻ ഉണ്ടല്ലോ, അപ്പോൾ അത് എടുത്തിട്ട് അതിനകത്ത് ഈ കേഴ്സീവിൽ വരുന്ന കുറച്ച് സ്റ്റൈൽസ് നോക്കി അതിൽ നമുക്ക് ആപ്റ്റായിട്ടുള്ളത് ഏതാണോ അത് സെലക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ആ ഒരു നെയിം ആ ഒരു സ്ട്രോക്കിൽ എഴുതിയിട്ട് ആ ഒരു കേഴ്സീവിൽ എഴുതിയിട്ട് കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ അത് നോക്കിയിട്ടാണ് ഞാൻ ഇതിനകത്തോട്ട് എഴുതിയത്. അല്ലാതെ എനിക്ക് ഇങ്ങനെ എഴുതാൻ വേണ്ടിയിട്ട് അറിയില്ല. നോർമലി നമുക്ക് വൺ ലൈനായിട്ട് എഴുതാം, പക്ഷെ ഇങ്ങനെ ഡബിളായിട്ട് എഴുതുമ്പോൾ കറക്റ്റ് കിട്ടില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്തത്. ഇനിയിപ്പോൾ നമ്മൾ പേപ്പറിൻ്റെ സ്ട്രിപ്സ് കട്ട് ചെയ്തു. ഇനിയാണ് കുറച്ച് ടഫുള്ള പരിപാടികൾ. ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിൽ നമുക്ക് ഓരോരോ സ്ട്രിപ്സ് ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചാൽ മതി. പക്ഷെ ഇതങ്ങനെയല്ല, ഇത് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എഴുതിയതിന് കണക്കായിട്ട് ആ ഒരു പേപ്പറിൻ്റെ സ്ട്രിപ്സ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊണ്ടുവരണം. അതിനുശേഷം മാത്രമേ ഒട്ടിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പം ഞാൻ ആദ്യം ആ ഒരു എഴുതിയ ലെറ്റേഴ്സിന് കണക്കായിട്ട് ആ ഒരു പേപ്പർ സ്ട്രിപ്സ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വച്ചു. അതിനുശേഷം ഞാൻ ഗ്ലൂവിൽ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. ഇവിടെ നമുക്കൊരു ഗ്ലൂ ബോട്ടിൽ കിട്ടും. ഈ ക്വില്ലിംഗ് ആർട്ടൊക്കെ ചെയ്യുന്നവരുടെ കയ്യിൽ ഒരു ഗ്ലൂ ബോട്ടിലുണ്ട്. അതിൻ്റെ ആ ഗ്ലൂ വരുന്ന പോയിന്റ് വളരെ തിന്നായിരിക്കും. അപ്പോൾ നമുക്ക് എളുപ്പം ആ സ്ട്രോക്സിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്തിട്ട് നമുക്കിതിങ്ങനെ വെച്ച് കൊടുത്താൽ പെട്ടെന്ന് സംഗതി കഴിയും. എന്തോ എൻ്റെ കയ്യിൽ അതില്ല, അത് വാങ്ങാനൊട്ട് എനിക്ക് തോന്നിയിട്ടുമില്ല. ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് അതുണ്ടായിരുന്ന കൊള്ളാമെന്ന് തോന്നിയത്. നോർമലി നമ്മുടെ കയ്യിലുള്ള ബോട്ടിലിൻ്റെയൊക്കെ ആ ഒരു ഗ്ലൂ വരുന്ന ഭാഗം അതിൻ്റെ ഹോൾ ഇത്തിരി വലുതായിരിക്കും. അപ്പോൾ ഗ്ലൂ നല്ല പോലെ വരും. നമുക്ക് അങ്ങനെ വരാൻ പാടില്ല. വളരെ നേരെ രീതിയിലാണ് ഗ്ലൂ വരേണ്ടത്. അപ്പോൾ അതിന് കണക്കായിട്ടുള്ളൊരു ബോട്ടിലുണ്ട്. അത് നമുക്ക് ഓൺലൈനിൽ തന്നെ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. ഞാനിപ്പോൾ ചെയ്യുന്നത് ഒരു സ്റ്റിക്ക് എടുത്തിട്ട് അതിനകത്ത് ഗ്ലൂ ആക്കിയിട്ട് സ്ട്രോക്കിൻ്റെ മുകളിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ആ ഒരു പേപ്പർ വെച്ചിട്ട് ഒട്ടിച്ചൊട്ടിച്ച് കൊണ്ടുവരുവാണ് ചെയ്യുന്നത്. ഇത്തിരി ബുദ്ധിമുട്ടാണ് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്കിതെങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ആക്കി എടുക്കണം. ആദ്യം ഗ്ലൂ ഇതുപോലെ സ്റ്റിക്ക് വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു. അതിനുശേഷം ആ ഒരു പേപ്പറൊക്കെ ഫോൾഡ് ചെയ്തതിന് ശേഷം ഫോൾഡ് ചെയ്ത പേപ്പർ ഇതുപോലെ ഗ്ലൂവിൻ്റെ മുകളിൽ വെച്ച് പ്രസ് ചെയ്ത് അത് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനെടുത്ത പേപ്പർ സ്ട്രിപ്സ് ഈ ഒരു നെയിമിൻ്റെ ഏകദേശം പകുതിയോളം നമുക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി കഴിയും. ബാക്കി വരുന്നത് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. അപ്പം അങ്ങനെ നമ്മൾ ചെയ്ത് വരുന്നുണ്ട്. ഈ ഒരു വർക്ക് എന്ന് പറയുന്നത് നല്ല ക്ഷമ വേണ്ട ഒരു വർക്കാണ്. നല്ല ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് ചെയ്ത് തീർക്കാൻ വേണ്ടി കഴിയൂ. അല്ലെങ്കിൽ നമ്മൾ പകുതി കിട്ടേച്ചു പോകും. ഒട്ടും ക്ഷമയില്ലാത്തവരാണെങ്കിൽ ഇത് ചെയ്യാൻ നിൽക്കുകയും ചെയ്യരുത്. സ്മോൾ ലെറ്റർ ചെയ്യുന്നതാണോ എളുപ്പം അല്ലെങ്കിൽ ക്യാപിറ്റൽ ചെയ്യുന്നതാണോ എളുപ്പം ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും ഏകദേശം എന്താ പറയുക, ഇത്തിരി പാടുള്ള പണിയാണ്. ക്യാപിറ്റലിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. ക്യാപിറ്റൽ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും അതാണ് ബുദ്ധിമുട്ടെന്ന്. ഈ സ്മോൾ ലെറ്റർ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതാണ് ബുദ്ധിമുട്ടെന്ന്. അങ്ങനെ ഏതാണ് ബുദ്ധിമുട്ട് എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയാണിത്. ആക്ച്വലി ഞാൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിചാരിക്കുമായിരുന്നു പക്ഷേ മറ്റേതായിരുന്നു ഏറ്റവും എളുപ്പമെന്ന്. പക്ഷെ അത് ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കും ഇതാണ് എളുപ്പമെന്ന്. ഇതാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്ത് ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇതാകുമ്പോൾ പേപ്പർ ആദ്യം ഫോൾഡ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് വെച്ച് കൊടുത്താൽ മതിയല്ലോ. പക്ഷെ ആ ഒരു ഗ്ലൂ ബോട്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇതായിരുന്നു എളുപ്പം. ഈ ഗമ്മ് ഇങ്ങനെ സ്റ്റിക്കിലാക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് വച്ചിട്ട് ചെയ്യുമ്പോൾ നമ്മളെ കയ്യിൽ ഒട്ടിപ്പിടിച്ചിട്ട് ആ പേപ്പർ നമ്മളെ കയ്യിലേക്ക് ഒട്ടും. പിന്നെ നമ്മൾ കൈ അവിടെ വെച്ച് പ്രസ് ചെയ്തിട്ട് ഇങ്ങോട്ട് വലിക്കുമ്പോൾ പേപ്പർ നമ്മുടെ കൈയുടെ കൂടെ തന്നെ ഇങ്ങോട്ട് പോരും. അങ്ങനെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും ആ ബോട്ടിൽ വാങ്ങിക്കണം. അപ്പോൾ ഞാൻ ഉറപ്പായിട്ടും ഇനി ആ ബോട്ടിൽ വാങ്ങിക്കും. അല്ലാതെ നമുക്ക് പറ്റില്ല എന്നെനിക്ക് ഇപ്പം മനസ്സിലായി. അങ്ങനെ നമ്മൾ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് മീൻസ് ഒരുപാടൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഒറ്റ ഇരിപ്പിൽ ഇരിക്കുവാണെങ്കിൽ നമുക്ക് ഒരു 1 hour കൊണ്ട് തീർക്കാൻ കഴിയും. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് എഴുന്നേറ്റിട്ട് ഓരോ ആവശ്യങ്ങൾക്ക് പോകേണ്ടത് കൊണ്ട് 2-3 മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തത്.
കംപ്ലീറ്റ് ചെയ്തപ്പോഴും ഇതിനകത്തൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അത്? ആ ടിക്ക് ശേഷം വരുന്ന ലെറ്റർ എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടോ? ടി ആണോ എച്ച് ആണോ? അത് എച്ച് ആണ്. പക്ഷെ ഞാൻ ഇത്രയും നേരം വിചാരിച്ചത് അത് ടി ആണെന്ന് കരുതിയിട്ടാണ് അതിൻ്റെ ഉള്ളിലായിട്ട് ആ ഒരു സർക്കിൾ പോലെ കൊടുത്തത്. അപ്പോൾ നെയിം വായിച്ചു വന്നപ്പോഴാണ് മനസ്സിലായത് അത് ടി അല്ല എച്ച് ആണെന്ന്. അപ്പോൾ ഫസ്റ്റിൽ എഴുതുമ്പോഴേ അങ്ങനെ എഴുതിയത് കൊണ്ടാണ് പേപ്പറൊക്കെ വെച്ച് അങ്ങനെ സെറ്റാക്കിയത്. അപ്പോൾ വായിച്ച് നോക്കിയപ്പോൾ മനസ്സിലായി. അപ്പോൾ അതെടുത്ത് കളഞ്ഞു. പിന്നെ ഇപ്പം എൻ്റെ കൈ കണ്ടത് ഇറേസറാണ്. നമ്മുടെ നോർമൽ ഇറേസറിൻ്റെ അകത്ത് നേരിയ പോർഷൻ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയതാണ്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് റബ്ബ് ചെയ്യാൻ വേണ്ടി പാകത്തിന് ഞാൻ കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് റബ്ബ് ചെയ്തിട്ട് അത് നീറ്റാക്കാൻ വേണ്ടി കഴിയും. നമ്മൾ ആദ്യം പെൻസിൽ വെച്ചിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതിൻ്റെ മാർക്കൊക്കെ ഇങ്ങനെ ഇടയിലൊക്കെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പോക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇറേസർ തിന്നായിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷേ എനിക്ക് നല്ല പോലെ ആ ഒരു പെൻസിലിൻ്റെ മാർക്കൊന്നും കളയാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം എന്താ അറിയോ, നമ്മൾ നേരത്തെ ഗ്ലൂ അപ്ലൈ ചെയ്തത് സ്റ്റിക്ക് വെച്ചിട്ടല്ലേ, അപ്പോൾ അത് കുറച്ച് തിക്കായിട്ടാണ് ഉള്ളത്. അപ്പോൾ അത് അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ പോയിട്ട് ആ ഒരു സ്ട്രോക്കിൻ്റെ, അതായത് പെൻസിൽ മാർക്കിൻ്റെ ഒക്കെ മുകളിലായിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ അത് അവിടെ ഇങ്ങനെ ഒട്ടി നിൽക്കുന്ന കാരണം നമുക്ക് പിന്നെ ഇറേസർ വെച്ചിട്ട് റബ്ബ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല. അതാണ് സംഭവം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പെൻസിൽ വെച്ച് എഴുതിയത് നല്ലപോലെയൊക്കെ റബ്ബ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചില പോർഷൻസിൽ മാത്രമേ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അതിനുശേഷം ഒരു ബ്രഷ് എടുത്തു, നല്ലപോലെ അതൊക്കെ ഒന്ന് റബ്ബ് ചെയ്തതിൻ്റെ സംഭവങ്ങളൊക്കെ ഒന്ന് മാറ്റി കൊടുത്തു. അങ്ങനെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പരിപാടിയിലേക്ക് കിടക്കാം. നോർമലി നമ്മൾ നെയിമിൻ്റെ ഇടയിലൊക്കെയാണ് ഈ ഫ്ലവറും കാര്യങ്ങളൊക്കെ വച്ച് സെറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ആർട്ടിൽ ഈ ഒരു ക്വില്ലിങ്ങിൽ നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല. കുറച്ച് വെറൈറ്റി പിടിക്കാമെന്ന് കരുതി ഒരു ബൊക്കെ പോലെ കൊടുക്കാമെന്നാണ് കരുതിയത്. ആ ഒരു നെയിം ഇരിക്കുന്നത് പേപ്പറിൻ്റെ ഒരു സൈഡിലാണ്. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ കുറച്ച് പോർഷൻ എക്സ്ട്രാ കിടപ്പുണ്ട്. അപ്പോൾ അവിടെ ഒരു ബൊക്കെ സെറ്റ് ചെയ്യാമെന്ന് കരുതി. ആക്ച്വലി ഇപ്പുറത്തെ സൈഡിൽ ഞാൻ കുറച്ച് പോർഷൻ മാറ്റി വെച്ചതല്ല, പേര് സെറ്റായി വന്നപ്പോൾ ഇങ്ങനെ ആയിപ്പോയതാണ്. അപ്പോൾ പിന്നെ അവിടെ ഒരു ബൊക്കെ കൊടുക്കാമെന്ന് കരുതി. ഇതിപ്പോൾ ബൊക്കെയാണോ അല്ലെ ബലൂൺ പിടിച്ചതാണോ എന്നുള്ളൊരു ഡൗട്ട് നിങ്ങൾക്കില്ലേ? എനിക്കും ഉണ്ട് ആ ഒരു ഡൗട്ട്. അപ്പോൾ ഇത് നമ്മൾ കളർ പെൻസിൽ വെച്ചിട്ടാണ് ചെയ്തത്. സ്കെച്ചോ മാർക്കറോ ഒന്നും വെച്ചിട്ട് ഇതിലൊരു പരിപാടി ചെയ്യാൻ പാടില്ല. സ്പ്രെഡ് ചെയ്ത് പോയാൽ പിന്നെ കഴിഞ്ഞു. പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ഇത്ര നേരം ചെയ്താൽ നമ്മളെ എഫേർട്ട് കംപ്ലീറ്റ് വേസ്റ്റ് ആവും. അപ്പോൾ നമ്മൾ അതൊന്നും വെച്ചിട്ട് ചെയ്യാൻ പാടില്ല. പിന്നെ ക്രയോൺ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ എനിക്ക് ഇതിൽ ക്രയോൺ യൂസ് ചെയ്യാൻ വേണ്ടി കഴിയില്ല. ഇത് ക്രയോൺ പിടിക്കാത്ത ഒരു ടൈപ്പ് പേപ്പറാണ്. കളർ പെൻസിൽ യൂസ് ചെയ്യാം. അങ്ങനെ ഒരു ലൈറ്റ്, നമ്മൾ എടുക്കുന്ന പേപ്പറിൻ്റെ ഒരു ലൈറ്റോ ഡാർക്കോ അത് വെച്ച് എടുക്കാം. അത് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ പണിയുന്നതിന് മുൻപായിട്ട് നമുക്ക് വേറെ പണി ചെയ്യാം. നമ്മൾ ഇപ്പോൾ ആ ഒരു പേരിന് പ്രത്യേകിച്ച് വേറെ ഒന്നും കൊടുക്കാത്തത് കാരണം അതിനൊരു ഔട്ട്ലൈന് പോലെ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ അതിനൊരു ബ്ലൂ കളർ എടുത്തിട്ട് നമ്മൾ ചെയ്ത അതേ രീതിയിൽ ഒരു ഔട്ട്ലൈൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് വളരെ എളുപ്പമാണ് കേട്ടോ. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ആ ഒരു പേപ്പർ സ്ട്രിപ്സ് ഇതുപോലെ ഉള്ളിലോട്ട് ഇങ്ങനെയൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. ചെയ്യുന്ന കണക്കേ അങ്ങ് ഫോൾഡ് ചെയ്താൽ മതി. ആദ്യമേ ഫോൾഡ് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്ര നേരം കുറച്ച് എഫേർട്ട് എടുത്ത് ചെയ്തത് കൊണ്ട് ഇനി അങ്ങോട്ടെല്ലാം എളുപ്പപ്പണിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അല്ലാതെ പറ്റില്ല, കാരണം നമുക്ക് മടുപ്പ് വരും. അപ്പോൾ അങ്ങനെ ബോർഡർ പരിപാടികൾ ഏകദേശം കഴിയാറായിട്ടുണ്ട്. പുറത്തൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി ഉള്ളിലായിട്ട് കുറച്ച് ആ ഒരു ചെറിയ പോർഷൻസും കൂടെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അതും കൂടി ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. ആ ഒരു നെയിം ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ പേരൊക്കെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബൊക്കെ ചെയ്യാം. ബൊക്കയുടെ ആ ഒരു സംഭവത്തിന് നമുക്കൊരു ഗ്രീൻ കളർ വേണം. അപ്പോൾ ഗ്രീൻ കളർ പേപ്പറാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. കളർ പേപ്പർ സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഇത്തിരി തിക്നെസ് കുറവാണ് പേപ്പറിനൊക്കെ. കാരണം ആ ഒരു ഗ്രീൻ കളർ ഇപ്പോൾ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഉണ്ടായിരുന്ന കളർ പേപ്പറിന് കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ വേറെ 2 കളറും കൂടെ അതിൻ്റെ കൂടെ വേറെ ഒരു കളറും ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. കയ്യിലുള്ള ഒരു പേപ്പർ സ്ട്രിപ്സ് ഏകദേശം ഒരു ഗ്രീൻ ഷെയ്ഡ് വരുന്ന ഒരു പേപ്പർ സ്ട്രിപ്സ് കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിതിന് വേണ്ടിയിട്ട് 1-2 റെഫറൻസ് എടുത്താലും നമുക്ക് നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഐഡിയാസ് ഒക്കെ നമുക്ക് ട്രൈ ചെയ്യാം. ഇങ്ങനെ ചെയ്താൽ നന്നാവുമെന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ ചെയ്യാം. അല്ലാതെ ഇങ്ങനെയും ചെയ്യാൻ പാടുള്ളൂ, ഇങ്ങനെ ചെയ്താലേ ഭംഗി ഉണ്ടാവും എന്ന് മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഐഡിയാസ് ഒക്കെ നമുക്ക് ട്രൈ ചെയ്യാം. ഇനി നമുക്ക് ബൊക്കയിലെ ഫ്ലവേഴ്സ് ആഡ് ചെയ്യാം. ഇതായിരുന്നു ഏറ്റവും എളുപ്പം. ഇത് പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. പേപ്പർ സ്ട്രിപ്സ് എടുക്കുക, നീഡിൽ വെച്ചിട്ട് റോൾ ചെയ്തിട്ട് എൻഡിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അത് അവിടെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലവർ റെഡിയായി. എന്നിട്ട് ആ ഫ്ലവർ എടുത്തിട്ട് നമുക്ക് എവിടെയാണോ ഫിക്സ് ചെയ്യേണ്ടത് അവിടെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അവിടെ ഫിക്സ് ചെയ്യാം.
ഇത് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ടൈറ്റായിട്ട് റോൾ ചെയ്തിട്ട് ഇത്തിരി ഒന്ന് കയ്യിലൊന്ന് ലൂസാക്കി കൊടുക്കണം. അപ്പോൾ അതൊന്ന് ഇങ്ങനെ വിട്ട് വിട്ട് വരും. ദേ ഈ ഒരു ടൈപ്പിൽ. എന്നിട്ട് അത് നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അവിടെ ഒന്ന് ഫിക്സ് ചെയ്യാം. ഇങ്ങനെ ഒരു ലാവൻഡർ ഷെയ്ഡ്, പിന്നെ യെല്ലോ, ഒരു ലൈറ്റ് യെല്ലോ, പിന്നെ ഒരു മെറൂൺ, ഇതൊക്കെയാണ് ഞാൻ വെച്ചു കൊടുത്തത്. ഇപ്പോൾ ഒരു ഫ്ലവർ ട്രീ പോലെയൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് ബൊക്കെ ആക്കി എടുക്കണം. ഇനി ഇതാ ഇടയിലൊക്കെ ഒരു ഗ്രീൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇടയിലൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെ ബൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഒരു ബോ വേണം. അപ്പോൾ നമുക്ക് ബോ സെറ്റ് ചെയ്യാം. ബോ സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പേസ്റ്റൽ ബ്രൗൺ എന്നൊക്കെ പറയാൻ വേണ്ടി കഴിയുന്ന ഒരു തരം ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ 3 ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് അവിടെ ഒട്ടിച്ചു കൊടുക്കാം. 2 സൈഡിലായിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. എന്നിട്ട് ആ ഒരു സെൻറ്ററിൽ നമുക്ക് വേണമെങ്കിൽ ആ ഒരു 2 ബോയുടെ സെൻറ്റർ ഉണ്ടാവുമല്ലോ, അവിടെ വേണമെങ്കിൽ വേറെ എന്തെങ്കിലും വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഒരു പേപ്പറിൻ്റെ ചെറിയൊരു പീസ് കട്ട് ചെയ്തിട്ട് അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവിടെ നമുക്ക് കുറച്ച് പോർഷൻ നമ്മൾ ആദ്യമേ വിട്ട് കൊടുത്തിരുന്നെങ്കിൽ വേറെ എന്തെങ്കിലും റൗണ്ടോ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് അതിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുക്കാമായിരുന്നു. പക്ഷേ ആദ്യം വിടാത്തത് കാരണം പിന്നെ ഞാൻ അതിന് മെനക്കെട്ടില്ല. പിന്നെ ഇത് ഈ ഒരു സൈഡിൽ ഒരു ബട്ടർഫ്ലൈയെ കൂടെ ആഡ് ചെയ്യാമെന്ന് കരുതിയിട്ട് അവിടെ ജസ്റ്റ് കളർ പെൻസിൽ വെച്ചിട്ട് ഒരു ബട്ടർഫ്ലൈനെ വരച്ചു കൊടുത്തു. എന്നിട്ട് എന്താ നമ്മൾ ഇതുവരെ ചെയ്തതുപോലെ തന്നെ പേപ്പർ സ്റ്റിപ്സ് വെച്ചിട്ട് അതൊന്ന് അവിടെ ഒട്ടിച്ചു കൊടുത്തു. അതിനുശേഷം ആ ഒരു ബട്ടർഫ്ലൈയുടെ ഉള്ളിലായിട്ട് നമ്മുടെ ക്വില്ലിംഗ് സ്ട്രിപ്സ് ഒന്ന് റോൾ ചെയ്തിട്ട് 2 സൈഡും ക്വില്ലിംഗ് സ്ട്രിപ്സിൻ്റെ 2 സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും റോൾ ചെയ്തിട്ട് ഉള്ളിൽ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുവരെ ആക്കിയതിന് ശേഷം ആ ഒരു ലാവൻഡർ ഷെയ്ഡ് ആ ഒരു ബ്ലൂ കളറിൻ്റെ ഉള്ളിലായിട്ടും പിന്നെ യെല്ലോയുടെ ഉള്ളിൽ ലൈറ്റ് യെല്ലോ ഷെയ്ഡും ഇതുപോലെ ക്വില്ലിംഗ് സ്ട്രിപ്സിൻ്റെ 2 അറ്റവും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ ഒന്ന് റോൾ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത്ര മാത്രമേ നമ്മൾ ഈ ഒരു വർക്കിൽ ചെയ്യുന്നുള്ളൂ. ബട്ടർഫ്ലൈ ഇതുപോലെയാണ് നമ്മൾ ഫില്ല് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്ര മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഇത് നമുക്ക് ബർത്ത്ഡേക്കൊക്കെ കൊടുക്കാൻ പറ്റിയൊരു ടൈപ്പ് വർക്കാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി താഴെ വരുന്ന ഭാഗത്ത് നമുക്ക് ബർത്ത്ഡേ വിഷസ്, ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതിയിട്ട് ഇത് നമുക്ക് ചെയ്തു കൊടുക്കാം. അപ്പോൾ ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. ഈ ഒരു വർക്കിൽ എന്തെങ്കിലും ആഡ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം നിങ്ങളുടെ സജഷൻസും കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വർക്കിൽ അതൊക്കെ ആഡ് ചെയ്തിട്ട് ചെയ്യാമല്ലോ. അപ്പം നമ്മളുടെ ഈ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. ഇതാണ് ഫൈനൽ ലുക്ക്. നമ്മളൊരു ബ്ലാക്ക് ബോർഡർ വരുന്നൊരു ഫ്രെയിമാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയാം, നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ്, ഒരുപാടല്ല ഒരു 3-4 വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് ക്വില്ലിംഗ് ആർട്സ് റിലേറ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കണ്ടു നോക്കിയിട്ട് ചാനൽ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ക്വില്ലിംഗ് ആർട്സ് പഠിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ, താല്പര്യമുള്ളവരാണെങ്കിൽ ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.